രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, PNG, LPG ക്ഷാമം രാജ്യത്തില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം ആരംഭിച്ചിട്ട് 80 ദിവസം കഴിയുമ്പോഴും ക്ഷാമമില്ല എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതി സാധാരണ നിലയിലായിട്ടില്ല എന്നും രാജ്യത്ത് ആവശ്യത്തിന് അസംസ്കൃത എണ്ണ ശേഖരമുണ്ടെന്നും റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയും പറഞ്ഞു. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഇതിപ്പോൾ എല്ലാ ദിവസവും കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഇന്ധനക്ഷാമം രാജ്യത്തില്ല എന്നുള്ളത്. അതൊരിക്കൽ കൂടി മന്ത്രി പറയുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അപ്പോൾ രാജ്യത്തെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് മാത്രമാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? പ്രവിധ, ഈ ഇന്ധനവില ഉയർന്നതിന് പിന്നാലെ തന്നെ വീണ്ടും ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഒരു ഇന്ധനക്ഷാമം രാജ്യം നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ്. അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും അത്തരമൊരു ആശങ്ക നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് പെട്രോളിയം മന്ത്രിയും അതുപോലെ തന്നെ പെട്രോളിയം മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയും പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് അങ്ങനൊരു ഇന്ധനക്ഷാമം ഇല്ല എന്നുള്ളത്. അസംസ്കൃത എണ്ണ, PNG, LPG ക്ഷാമം രാജ്യത്തില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി സമയബന്ധിതമായി തന്നെ തീരുമാനമെടുത്തു. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച് 80 ദിവസം കഴിയുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് അത്തരമൊരു ക്ഷാമം നേരിടുന്നില്ല എന്നതാണ് പെട്രോളിയം മന്ത്രി പറയുന്നത്. പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചത് ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതി അത് സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികൾ ഈ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട്, ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. മാത്രമല്ല അത് ഈ അസംസ്കൃത വിപണിയിൽ, അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും എല്ലാം വിലയിൽ ഒരു കുത്തനെയുള്ള ഒരു വർധന ഉണ്ടാകുന്നതിന് ആ ഒരു സാഹചര്യം വഴിവെച്ചു. എന്നിരുന്നാലും രാജ്യത്ത് ആവശ്യത്തിന് അസംസ്കൃത എണ്ണയുടെ ശേഖരമുണ്ട്. റിഫൈനറികളിൽ അസാധാരണമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ആവർത്തിക്കുന്നത് രാജ്യത്തൊരു ഇന്ധനക്ഷാമം നിലവിലില്ല എന്നുള്ള കാര്യമാണ്. പ്രവിധ, ശരി, എന്തായാലും രാജ്യത്ത് ഇന്ധനക്ഷാമവുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൌൺ ഉണ്ടാകുമോ എന്നുവരെയുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ആക്രമിക്കുമെന്ന് അമേരിക്കയുടെ ഭീഷണി വന്നതിന് പിന്നാലെ ഈ ക്രൂഡ് വില കുതിച്ചുയരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ക്ഷാമത്തിലേക്കൊക്കെ പോകുമോ എന്ന ആശങ്ക ആഗോളതലത്തിൽ തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലും അത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഇപ്പോഴും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്ന അത്തരത്തിൽ ക്ഷാമമില്ല, വില കൂട്ടിയെങ്കിലും ക്ഷാമമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളോട് പറയുകയാണ് കേന്ദ്രമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.